നമസ്കാരം. ഇവിടെ ജയിച്ചവർ കേരളം ഭരിക്കും. പിണറായിയുടെ കട അടപടലം പൂട്ടിച്ചു. വല്ലാത്തൊരു ഗതികേടാണ് ഇപ്പോൾ പിണറായി വിജയൻ. പറയാതിരിക്കാൻ കഴിയില്ല. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ്. കൊല്ലം ജയിച്ചവൻ കേരളം ഭരിക്കുമെന്നാണ്. കാൽനൂറ്റാണ്ട് കാലം കൊല്ലം കോർപ്പറേഷൻ പകരക്കാരില്ലാതെ അടക്കിവാണവർ ആരാണ് എന്ന് ചോദിച്ചാൽ CPM-ഉം ഇടതുമുന്നണിയും. അവരിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ഇപ്പോൾ ഓർക്കുകയാണ്. കേരളമാകെ അലയടിച്ച ഒരു UDF തരംഗം, ആ തരംഗത്തിൽ കൊല്ലം ജില്ലയിലും ആഞ്ഞടിച്ചപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടത് കോട്ടകൾക്ക് പോലും അടിത്തറ ഇളകിപ്പോയി എന്നുള്ളതാണ്. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ 5 പോയാലും കൊല്ലം കോർപ്പറേഷൻ തങ്ങൾക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന CPM-ന്റെ ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് തിരിച്ചടിയായിരിക്കും. 2000-ൽ രൂപീകൃതമായ ശേഷം ഇതുവരെ കൊല്ലം കോർപ്പറേഷൻ തോൽവി അറിയാതെ ഭരിച്ച ഇടതുമുന്നണിക്ക് ഈ തിരഞ്ഞെടുപ്പിലേറ്റത് സമാനതകളില്ലാത്ത കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിലെ 55 അംഗ ഭരണസമിതിയിൽ ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള 38 സീറ്റുകൾ കൈവശമുണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചത് വെറും 16 സീറ്റുകൾ. ഇതിൽ CPM-ന് കിട്ടിയത് 13 സീറ്റുകൾ. 6 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് കുതിച്ച BJP-യുമായി ഒപ്പത്തിനൊപ്പം എത്തിയത് CPM-നും LDF-നും നാണക്കേടും നിരാശയുമാണ്. ഡീലിമിറ്റേഷന് ശേഷം 56 ഡിവിഷനുള്ള കൊല്ലം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമായിട്ടുള്ള 29ലേക്ക് എത്താനായില്ലെങ്കിലും UDF 27 സീറ്റുകളുടെ മുന്നിലെത്തി. വോട്ടെണ്ണൽ തുടങ്ങും മുമ്പ് വരെ കൊല്ലത്ത് അത്ഭുതം സംഭവിക്കുമെന്ന് UDF പോലും കരുതാത്തിടത്ത് നിന്നാണ് അവർ അട്ടിമറി വിജയം നേടിയത്. താമരക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ AK ഹഫീസാണ് കൊല്ലം മേയറാകാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊല്ലം ഈ ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. കൊല്ലത്ത് ജയിക്കുന്നവർ എപ്പോഴും കൊല്ലത്ത് CPM-ന് വലിയ അടിത്തറയുള്ള മേഖലയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവിടെ ജയിച്ചാൽ അവർ കേരളം ഭരിക്കുമെന്ന്. കൊല്ലം ജയിച്ചാൽ കേരളത്തിലേക്ക് ഭരണം ഉറപ്പാണ്. 25 വർഷം തുടർഭരണം നടത്തിയിട്ടും കൊല്ലം നഗരത്തിൽ കോർപ്പറേഷൻ നഗരത്തിൻ്റെതെന്ന് തോന്നാവുന്ന യാതൊരു വികസനവും നടത്താത്തതാണ് LDF-നെ സത്യത്തിൽ ജനങ്ങൾ കൈവിടാൻ നിർബന്ധിതരാക്കിയത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത്. ഒന്നും ചെയ്യാതിരുന്നിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയം. മേയർ സ്ഥാനം ചിലർക്ക് കുത്തക. നല്ലൊരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് പോലുമില്ല, ട്രാഫിക് സംവിധാനമില്ല, മനോഹരമായ നഗരപാതകളില്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു തരത്തിലുള്ള പദ്ധതിയുമില്ല, അറബുശാല ഇല്ലാത്തതിനാൽ എവിടെയും മാംസാവശിഷ്ടങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം, അതും ഭക്ഷിച്ച് തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്ന കാഴ്ച. അങ്ങനെ കൊല്ലത്തെ നരകമാക്കിയ ഭരണാധികാരികൾക്ക് ക്ഷമകെട്ട ജനം നൽകിയ തിരിച്ചടിയാണ് ഈ ഭരണമാറ്റമായി മാറിയത് എന്നുള്ളതിൽ സംശയമില്ല. 2000-ൽ കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും ലഭിച്ചത് 23 സീറ്റുകൾ വീതം. റിബലായി മത്സരിച്ച് വിജയിച്ച 2 കോൺഗ്രസുകാരെ ഒപ്പം കൂട്ടി ഭരണത്തിലേറിയ ഇടതുമുന്നണി പിന്നീട് ഓരോ 5 വർഷത്തിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടതുമാണ്. പ്രതിപക്ഷം ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമായി ഒതുങ്ങി അപ്രസക്തമാക്കിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അപ്രസക്തമായപ്പോൾ എങ്ങനെ ഭരിച്ചാലും ജയിക്കുമെന്നൊരു തോന്നൽ LDF-നും ഉണ്ടായി. പ്രതിപക്ഷത്തെ അനൈക്യം LDF-ന് ഊർജ്ജമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും പ്രതിപക്ഷമായിട്ടുള്ള UDF-ന് ഭരണം ലഭിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തമ്മിലടി നടക്കുമെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഹഫീസിനെ ആദ്യമേ അങ്ങ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അതിൽ നിന്ന് ഊരി വരാനും പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ കാലുവാരലുണ്ടായിരിക്കും, തമ്മിലടി കാണില്ല. അപ്പോൾ കേരളമാകെ ഇങ്ങനെ ആഞ്ഞു വീശിയ ഭരണവിരുദ്ധ വികാരവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകിയപ്പോൾ കൊല്ലത്ത് CPM-നുള്ള കാലുവാരൽ വിവാദവും ചർച്ചയാകുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷൻ 5-ാം ഊഴം ഭരണം ലഭിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന 3 പേരും തോറ്റെന്ന് മാത്രമല്ല, ഒരാൾ BJP-ക്കും പിന്നിലേക്ക് പോയി, അതായത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് പാർട്ടിയിലെ കാലുവാരൽ മൂലമാണ് എന്നുള്ള അടക്കം പറച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. താമരക്കുളം ഡിവിഷനിൽ മത്സരിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഇക്ബാലാണ് BJP-ക്കും പിന്നിൽ 3-ാമതായി എത്തിയത് എന്നുള്ളതാണ്. കന്നിമേൽ വെസ്റ്റിൽ CPM ജില്ലാ സെക്രട്ടറി അംഗം BK അനിരുദ്ധൻ തോറ്റത് BJP സ്ഥാനാർത്ഥിയാണ് എന്നത് പാർട്ടിക്ക് തന്നെ ക്ഷീണമായി മാറി എന്നുള്ളതാണ്. അതുപോലെ ഉളിയക്കോവിൽ ഈസ്റ്റിൽ മത്സരിച്ച ജില്ലാ കമ്മിറ്റി അംഗം മുൻ മേയറുമായിട്ടുള്ള V രാജേന്ദ്രബാബുവും തോറ്റത് BJP-യോടാണ്. നിലവിലെ മേയർ ഹണി ബെഞ്ചമിൻ, മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് എന്നിവരുടെയൊക്കെ തോൽവി ആരുടെ മുമ്പിലാണ്? CPI-ക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്ന തോൽവികളായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും LDF-ന് വൻ നേട്ടം സമ്മാനിച്ച കൊല്ലം ജില്ലയിൽ ഇക്കുറി UDF നടത്തിയ തേരോട്ടം എന്ന് പറയപ്പെടുന്നത് എന്താണെന്നറിയാമോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഉറക്കം കെടുത്തുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കോർപ്പറേഷൻ ഭരണം UDF പിടിച്ചത് കൂടാതെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം UDF വൻ മുന്നേറ്റം നടത്തി ചരിത്രം എഴുതിയപ്പോൾ
ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താനായതും 4 മുനിസിപ്പാലിറ്റികളിൽ 3 ഒപ്പം നിർത്താനായതുമാണ് LDFന് ആശ്വാസമായത്. 2020 തിരഞ്ഞെടുപ്പിൽ 26 ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ 23 സീറ്റുകളിലും വിജയിച്ചു കയറിയത് LDF ആയിരുന്നു. ഇക്കുറി പക്ഷേ UDF ആ 3-ൽ നിന്ന് 10 സീറ്റുകളിലേക്ക് എത്തി. കോൺഗ്രസ് 2 സീറ്റിൽ നിന്ന് 9 സീറ്റിലേക്ക് എത്തിയപ്പോൾ 14 സീറ്റുണ്ടായിരുന്ന CPM 11 സീറ്റുകളിലേക്ക് ചുരുങ്ങി. CPI കഴിഞ്ഞ തവണ നേടിയ 9 സീറ്റുകൾ ഇത്തവണ 6 ആയിട്ട് കുറയുകയും ചെയ്തു. ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികൾ 3 വിജയിക്കാൻ അത് പരാജയങ്ങൾക്കിടയിലും LDFന് നേരിയ ആശ്വാസമാകുന്നുണ്ട്. അതായത് പുനലൂർ, കൊട്ടാരക്കര നഗരസഭകളിൽ ഭരണം നിലനിർത്തിയപ്പോൾ പരവൂർ നഗരസഭ UDFൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു LDFന്. കഴിഞ്ഞ 2 തവണ തുടർച്ചയായിട്ട് ഭരണം നടത്തിയ കരുനാഗപ്പള്ളി നഗരസഭ അത് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ തട്ടകമായിട്ടുള്ള പത്തനാപുരത്ത് 1979 ശേഷം ഇതാദ്യമായിട്ട് UDF LDFൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് ഗണേശനും കനത്ത ആഘാതമാണ്. പത്തനാപുരത്ത് 2000 മുതൽ തുടർച്ചയായിട്ട് MLA ആകുന്ന ഗണേഷ് കുമാറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെഞ്ചിടിപ്പേറ്റുന്നതാണ് UDFന്റെ മുന്നേറ്റം എന്നുള്ളത്. രൂപീകൃതമായിട്ടുള്ള കാലം മുതൽ LDF ഭരിക്കുന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലും UDFന്റെ അട്ടിമറി വിജയമാണ് നടന്നിരിക്കുന്നത്. 2020 10 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജയിച്ച LDF ഇക്കുറി 7ലേക്ക് താണുപോയി എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നോക്കിയാൽ നിലവിലെ 22-ൽ നിന്ന് 32-ലേക്ക് UDF കുതിച്ചപ്പോൾ LDF 43-ൽ നിന്ന് 33-ലേക്ക് കൂപ്പുകുത്തി എന്നുള്ളതാണ്. അപ്പോൾ LDFന്റെ പരമ്പരാഗതമായിട്ടുള്ള കോട്ടകളിലെ ഗ്രാമപഞ്ചായത്തുകൾ പലതും ഇക്കുറി നഷ്ടമായപ്പോൾ അവിടെ എല്ലാം UDF നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത് അട്ടിമറി സൃഷ്ടിച്ച BJPക്ക് കൊല്ലം കോർപ്പറേഷനിൽ സീറ്റുകൾ ഇരട്ടിയാക്കാനായെങ്കിലും ജില്ലയിൽ മറ്റിടങ്ങളിലൊന്നും കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോർപ്പറേഷനിൽ നിലവിലെ 6 സീറ്റിൽ നിന്ന് 12 ഉയർത്തിയ BJP 13 സീറ്റ് നേടിയ CPMന് എത്തി LDFനെ ഞെട്ടിച്ചു. മറ്റിടങ്ങളിലൊന്നും ഈ നേട്ടം പക്ഷെ അവർക്ക് കൈവരിക്കാനായില്ല. 2 CPM മേയർ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത് കൂടാതെ കോർപ്പറേഷനിലെ 10 ഡിവിഷനുകളിൽ 2ാം സ്ഥാനത്തെത്തി. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് 68 ഗ്രാമപഞ്ചായത്തുകൾ 2 മാത്രമാണ് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ലഭിച്ചത്. കൊല്ലം കോർപ്പറേഷനിൽ NDA 22.46% വോട്ട് നേടിയപ്പോൾ LDFും UDFും യഥാക്രമം 37.28%, 37.04% വോട്ട് നേടി കുതിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന എത്രയുള്ളൂ, കൊല്ലമെന്ന് പറയപ്പെടുന്ന നഗരത്തെ പിടിക്കാൻ അല്ലെങ്കിൽ കൊല്ലമെന്ന് പറയപ്പെടുന്ന ജില്ലയെ പിടിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ കേരളം ഭരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഭരിക്കാൻ UDF തയ്യാറെടുക്കുന്നു. LDFന്റെ കോട്ടകൊത്തളങ്ങൾ അടക്കം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടുള്ള UDFന്റെ തേരോട്ടം അത് നൽകുന്ന സൂചന ഇതാണ്. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പിടിച്ചടക്കും, ഒപ്പം തന്നെ കേരളം ഭരിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ അവർ നൽകുന്നത് എന്നുള്ളതാണ്. പിണറായിയുടെ കടയെ അടപടലം പൂട്ടിക്കുകയായിരുന്നു സത്യത്തിൽ UDFും VD സതീശനും. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, കൃത്യമായിട്ടുള്ള ഹോംവർക്കുകൾ, അതിലൂടെ തന്നെയാണ് കോൺഗ്രസ് UDF അവരുടെ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.